2024 മെയ് മാസം 23-ാം തീയതി ഉച്ചസമയം തന്റെ സൈക്കിളും എടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ BSNL നിന്ന് വിരമിച്ച 82-കാരനായ സി പപ്പാച്ചൻ ഒട്ടും കരുതിയിരുന്നില്ല കൊല്ലം ആശ്രമം റോഡിലെ ആ യാത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന യാത്രയായിരിക്കുമെന്ന്. അവിടെയുള്ള ഒരു CCTV ദൃശ്യത്തിൽ നീല നിറത്തിലുള്ള ഒരു വാഗനർ കാർ പപ്പാച്ചന്റെ സൈക്കിളിൽ വന്ന് ഇടിക്കുന്നത് വ്യക്തമായി കാണാമായിരുന്നു. ആ കടുത്ത ഇടിയിൽ പപ്പാച്ചന് തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു. ആദ്യ കാഴ്ചയിൽ ഇതൊരു സാധാരണ റോഡ് അപകടമായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ പപ്പാച്ചന്റെ മരണം ഒരു അവിചാരിത അപകടമായിരുന്നില്ല, മറിച്ച് അതീവ ക്രൂരവും ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു. CCTV ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നത്. അതൊരു സാധാരണ അപകടമായിരുന്നെങ്കിൽ ഇടിച്ച ഉടനെ കാർ അവിടെ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. പപ്പാച്ചനെ ഇടിച്ചിട്ടതിനു ശേഷവും ആ കാർ നിർത്താൻ തയ്യാറായില്ല. പകരം അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ക്രൂരമായി കയറി ഇറങ്ങി അത് മുന്നോട്ട് പോവുകയായിരുന്നു. റോഡിൽ ഇടിക്ക് ശേഷം ഡ്രൈവർ പരിഭ്രാന്തനായി വണ്ടി നിർത്താതെ ഓടിച്ചു പോയതായിരിക്കാമെന്ന് ആർക്കെങ്കിലും തോന്നാം. പക്ഷേ ദൃശ്യങ്ങളിൽ കാണുന്ന ചിത്രം മറ്റൊന്നാണ്. ആ സമയത്ത് റോഡിൽ മറ്റു വണ്ടികളോ തിരക്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാറിന് വേണമെങ്കിൽ പപ്പാച്ചനെ വെട്ടിച്ച് സുരക്ഷിതമായി കടന്നു പോകാനുള്ള വലിയൊരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും വണ്ടി പപ്പാച്ചന്റെ ശരീരത്തിന് മുകളിലൂടെ മനഃപൂർവ്വം കയറ്റി ഓടിച്ചു പോവുകയായിരുന്നു. ഈ ഒരൊറ്റ കാര്യമാണ് സാധാരണ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കിയത്. ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്നതിന്റെ ആദ്യ സൂചനയും ഇതായിരുന്നു. എല്ലാ തെളിവുകളും ആ CCTVയിൽ വ്യക്തമായി ഉണ്ടായിരുന്നിട്ടും തുടക്കത്തിൽ പോലീസ് ഈ കേസിനെ അത്ര ഗൗരവമായി എടുത്തില്ല എന്നതാണ് വലിയൊരു വീഴ്ച. കേവലം മദ്യപിച്ച് വണ്ടി ഓടിച്ച കേസും ഇടിച്ചിട്ട് നിർത്താതെ പോയതും മാത്രം ചുമത്തി പോലീസ് ഡ്രൈവർ അറസ്റ്റ് ചെയ്തു. എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ അയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. അതോടെ പോലീസ് ഇതൊരു സാധാരണ റോഡ് അപകടമായി കണക്കാക്കി ഫയൽ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ ആ CCTV ദൃശ്യങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരുന്ന നിഗൂഢമായ രഹസ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു വൻ സിനിമയെ പോലും വെല്ലുന്ന രീതിയിലുള്ള വലിയൊരു കുറ്റകൃത്യത്തിന്റെ ചുരുളാണ് അഴിഞ്ഞത്. മനുഷ്യന്റെ വിശ്വാസത്തെയും കാരുണ്യത്തെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു അത്. യഥാർത്ഥത്തിൽ സി പപ്പാച്ചന്റെ ജീവിതം ഒരു സാധാരണ മനുഷ്യന്റേത് മാത്രമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ടെലിഗ്രാഫറായിട്ടായിരുന്നു അദ്ദേഹം തന്റെ ജോലി ജീവിതം ആരംഭിച്ചത്. പകൽ സമയത്ത് കോളേജിൽ പോയി പഠിക്കുകയും രാത്രികളിൽ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഫിസിക്സിൽ ബിരുദം നേടി. പിന്നീട് വകുപ്പ് തല പരീക്ഷകളെല്ലാം കഷ്ടപ്പെട്ട് എഴുതിയെടുത്ത് BSNL അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ചേർന്നു. 2002 വിരമിക്കുന്ന സമയത്ത് ഓഫീസിലെ ഏറ്റവും കഠിനാധ്വാനിയും സത്യസന്ധനുമായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന പേര് അദ്ദേഹം സമ്പാദിച്ചിരുന്നു. ജോലിക്കപ്പുറം പപ്പാച്ചന് മൃഗങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. ദിവസവും രാവിലെയും വൈകുന്നേരവും തെരുവ് നായ്ക്കൾക്ക് അദ്ദേഹം ഭക്ഷണം നൽകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവർക്കെല്ലാം അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു. പള്ളിയിൽ പോവുക, സ്റ്റോക്ക് മാർക്കറ്റ് നിരീക്ഷിക്കുക, മൃഗങ്ങളെ പരിചരിക്കുക എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ദിനചര്യകളുടെ ഭാഗമായിരുന്നു. എന്നാൽ പപ്പാച്ചനെ നാട്ടുകാരിൽ നിന്നും വ്യത്യസ്തനാക്കിയ മറ്റൊരു പ്രധാന കാര്യം ഉണ്ടായിരുന്നു: പണത്തോടുള്ള അദ്ദേഹത്തിന്റെ വിചിത്രമായ കാഴ്ചപ്പാട്. വിരമിച്ചതിനു ശേഷം ഓഹരി വിപണിയിലെ മികച്ച നിക്ഷേപങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരുന്നു. കൊല്ലം നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള ഭൂമിയും കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു. സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതേയില്ല. പക്ഷേ ഇത്രയും കോടികളുടെ സ്വത്തുള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിത രീതി കണ്ടാൽ ആരും പറയില്ലായിരുന്നു. അത്രയേറെ മിച്ചം പിടിക്കുന്ന അല്ലെങ്കിൽ ഒരു പിശുക്കനായ സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. ഇത്രയും വലിയ സമ്പന്നനായിരുന്നിട്ടും നഗരത്തിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് ഒരു പഴയ സൈക്കിളിലായിരുന്നു. വളരെ സാധാരണ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുകയും ചെറിയ ചിലവുകൾ പോലും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ശീലം. മരിക്കുന്നതിനൊക്കെ മുൻപ് പോലും അദ്ദേഹം ബെഡിൽ കിടക്കുന്നതിന് പകരം കയറുകൊണ്ടുണ്ടാക്കിയ കട്ടിലിൽ കിടക്കുകയാണ് പതിവെന്നാണ് പറയപ്പെടുന്നത്. പണം സമ്പാദിക്കുക എന്നതിനേക്കാൾ അതിനെ സൂക്ഷിച്ചു വയ്ക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത ശൈലി തന്നെയായിരുന്നു. ഈ ഒരു കടുത്ത സാമ്പത്തിക നിലപാട് കാരണം അദ്ദേഹത്തിന് സ്വന്തം കുടുംബവുമായി വലിയ അകലം പാലിക്കേണ്ടി വന്നിരുന്നു. പണത്തോടുള്ള അദ്ദേഹത്തിന്റെ ഈ കർശന നിലപാട് കാരണം കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൽ നിന്നും അകന്നുപോയി. ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ കൊല്ലം ആശ്രമത്തെ വീട്ടിൽ അദ്ദേഹം തികച്ചും ഒറ്റയ്ക്കായിരുന്നു താമസം. വിരമിച്ച സ്കൂൾ ടീച്ചറായ ഭാര്യ മതിലത അദ്ദേഹത്തിൽ നിന്നും മാറി മറ്റൊരിടത്താണ് താമസിച്ചിരുന്നത്. മകൾ റേച്ചൽ വിവാഹശേഷം UPയിലെ ലക്നൌവിലേക്ക് മാറുകയും മകൻ കുവൈറ്റിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തിരുന്നു. സ്വന്തമായ ഒരു കുടുംബം ഉണ്ടായിരുന്നിട്ടും പപ്പാച്ചന്റെ ജീവിതം ഏകാന്തത നിറഞ്ഞതായിരുന്നു. ഒരുപക്ഷെ ഈ ഏകാന്തതയും അദ്ദേഹത്തിന്റെ കൈവശമുള്ള വൻ സമ്പത്തുമാണ് അദ്ദേഹത്തിന് പോലും ഊഹിക്കാൻ കഴിയാത്ത വലിയൊരു ചതിക്കുഴിയുടെ ലക്ഷ്യമായി അദ്ദേഹത്തെ മാറ്റിയത്. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി ലക്നൌവിൽ നിന്നും കൊല്ലത്തെത്തിയ മകളായ റേച്ചലിന് തുടക്കം മുതൽ തന്നെ
ഈ മരണത്തിൽ എന്തോ പന്തികേട് തോന്നിയിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം റേച്ചൽ അച്ഛന്റെ ബാങ്ക് അക്കൗണ്ടുകളും സാമ്പത്തിക നിക്ഷേപങ്ങളും പരിശോധിക്കാൻ തുടങ്ങി. അവിടെയാണ് അവരെ ഞെട്ടിച്ച് ആദ്യത്തെ സൂചന ലഭിക്കുന്നത്. ആദ്യം തന്നെ റേച്ചൽ കണ്ടെത്തിയത് പപ്പാച്ചന്റെ പേരിൽ ചില ലോണുകൾ എടുത്തിട്ടുണ്ടെന്നാണ്. ജീവിതകാലം മുഴുവനും കടം വാങ്ങുന്നതിനോട് കടുത്ത വിയോജിപ്പ് കാണിക്കുകയും പണം സൂക്ഷിച്ചു വയ്ക്കാൻ മാത്രം നോക്കുകയും ചെയ്ത ഒരാൾ എന്തിനാണ് പെട്ടെന്ന് ലോൺ എടുത്തതെന്നത് അവരെ അത്ഭുതപ്പെടുത്തി. അതിനു പുറമെ മരണത്തിന് തൊട്ടു മുൻപ് പപ്പാച്ചൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങളെല്ലാം വിറ്റഴിച്ചതായും കണ്ടെത്തി. അദ്ദേഹത്തിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതകളും ഇല്ലാതിരുന്നിട്ടും എന്തിനാണ് പെട്ടെന്ന് നിക്ഷേപങ്ങൾ പിൻവലിച്ചത്? ഈ ചോദ്യം ഉയർന്നു വന്നു. റേച്ചൽ കൂടുതൽ രേഖകൾ പരിശോധിച്ചതോടെ സംശയങ്ങൾ ഇരട്ടിച്ചു. പപ്പാച്ചന് പ്രതിമാസം 80,000 രൂപയോളം പെൻഷൻ ലഭിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ 1 കോടി രൂപയോളം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പപ്പാച്ചൻ തന്റെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും വലിയ തുകകൾ പിൻവലിച്ച് കൊല്ലത്തെ മുത്തൂറ്റ് മിനി ഫിനാൻസിൽ നിക്ഷേപിച്ചതായി കണ്ടെത്തി. മരണത്തിന് തൊട്ടു മുൻപ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അദ്ദേഹം ഒരു വലിയ തുക പിൻവലിച്ചിരുന്നു. ഈ തുക മുത്തൂറ്റ് മിനിയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോയതായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ആ തുക അവിടെ നിക്ഷേപിക്കപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത് കേവലം ഒരു സാമ്പത്തിക തിരിമറി മാത്രമല്ല എന്ന് റേച്ചൽ ഉറപ്പായിരുന്നു. ഒന്നൊന്നായി പുറത്തുവരുന്ന ഈ ക്രമക്കേടുകൾ തന്റെ പിതാവ് വലിയൊരു ചതിയുടെയോ ഗൂഢാലോചനയുടെയോ ഇരയായി മാറിയിട്ടുണ്ടെന്ന സംശയത്തിലേക്ക് അവരെ നയിച്ചു. ഈ ശക്തമായ സംശയത്തോടെ റേച്ചൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പരാതി നൽകി. പോലീസ് പണത്തിന്റെ വഴി പിന്തുടർന്ന് അന്വേഷണം ആരംഭിച്ചതോടെ റേച്ചലിന്റെ സംശയങ്ങളെല്ലാം തികച്ചും ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. പപ്പാച്ചന്റെ സാമ്പത്തിക നിക്ഷേപങ്ങളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് കൃത്യമായി അറിയില്ലായിരുന്നു. ഈ ഒരു കാര്യം തന്നെയാണ് കൊലപാതകികൾ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലും നിക്ഷേപങ്ങളിലും ആരുടെയും ശ്രദ്ധ പതിയില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. തുടക്കത്തിൽ പോലീസ് വെറുമൊരു ഹിറ്റ് ആൻഡ് റൺ കേസാക്കി എഴുതിത്തള്ളി അവസാനിപ്പിക്കാൻ നോക്കിയതായിരുന്നു സി പപ്പാച്ചന്റെ കേസ്. പ്രതിയായ ഡ്രൈവറെ കണ്ടെത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തെങ്കിലും അയാൾ വളരെ എളുപ്പത്തിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ പപ്പാച്ചന്റെ മകൾ റേച്ചൽ നൽകിയ പുതിയ പരാതിക്ക് പിന്നാലെ ഈ കേസ് വീണ്ടും തുറക്കാൻ പോലീസ് നിർബന്ധിതരായി. അന്വേഷണ സംഘം സംഭവസ്ഥലത്തിന് ചുറ്റുമുള്ള ഓരോ ചെറിയ തെളിവുകളും പുതിയ രീതിയിൽ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി. ശ്രീനാരായണ ഗുരു കൾച്ചറൽ സെന്റർ, ആ ക്യാമ്പസിനോട് ചേർന്നുള്ള റോഡ് പൊതുവെ വിജനമായ ഒന്നായിരുന്നു. അവിടെയൊന്നും മറ്റ് CCTV ക്യാമറകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതീവ സൂക്ഷ്മമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ റോഡിന്റെ മറുഭാഗത്തുള്ള ഒരു വീടിന്റെ മുൻപിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ നിന്നാണ് പപ്പാച്ചന്റെ മരണസമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ നീല വാഗണർ കാറിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പലതവണ ആവർത്തിച്ചു കണ്ടപ്പോഴാണ് ഇതൊരു സാധാരണ റോഡ് അപകടം അല്ല എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് പൂർണ്ണമായും ബോധ്യപ്പെട്ടത്. കാറിന്റെ ഓരോ നീക്കങ്ങളും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു പപ്പാച്ചനെ അവിചാരിതമായി ഇടിച്ചതല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യം വെച്ച് മനഃപൂർവ്വം വന്ന് ഇടിക്കുകയായിരുന്നു. ഇതോടെ കാറിന്റെ ഡ്രൈവറെയും അതിന് പിന്നിലുള്ളവരെയും കണ്ടെത്തുക എന്നതായി പോലീസിന്റെ അടുത്ത ലക്ഷ്യം. അതിനായി ആ പ്രദേശത്തെ 100-ലധികം CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിച്ചു. ഒടുവിൽ ആ വാഗണർ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ പോലീസ് കണ്ടെത്തി. ആ വണ്ടി 27-കാരനായ ഹാഷിം അലി എന്നയാളുടെ പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ കൊല്ലം പോളയത്തോട് ഭാഗത്ത് ചിക്കൻ സ്റ്റാൾ നടത്തുന്ന 44-കാരനായ അനിമോൻ എന്നയാൾക്ക് ഈ വണ്ടി താൻ വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നുവെന്ന് ഹാഷിം അലി വെളിപ്പെടുത്തി. അനിമോനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരമാണ് ലഭിച്ചത്. അയാൾ ഒരു സാധാരണക്കാരനായിരുന്നില്ല. മുൻപ് പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുള്ള പോലീസ് റെക്കോർഡുകളിൽ സ്ഥിരം കുറ്റവാളിയായിരുന്നു അദ്ദേഹം. ഈ കേസിൽ അടുത്ത വലിയ വഴിത്തിരിവുണ്ടാകുന്നത് ഫോൺ റെക്കോർഡുകളും ബാങ്ക് ഇടപാടുകളും പരിശോധിച്ചപ്പോഴാണ്. സൈബർ സെൽ വിഭാഗം അനിമോന്റെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ വളരെ സംശയാസ്പദമായ ഒരു കാര്യം കണ്ടെത്തി. പപ്പാച്ചൻ മരിച്ച കൃത്യം 2 ദിവസത്തിന് ശേഷം അനിമോൻ തന്റെ ഫോണിലെ സിം കാർഡ് മാറ്റിയിരുന്നു. ഒരു സാധാരണ റോഡ് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഒരാൾ എന്തിനാണ് പെട്ടെന്ന് തന്റെ സിം കാർഡ് മാറ്റുന്നത്? ഈ ചോദ്യത്തിന് പിന്നാലെ പോലീസ് പോയപ്പോൾ അനിമോൻ ഉപയോഗിച്ചിരുന്ന എല്ലാ ഫോൺ നമ്പറുകളുടെയും കോൾ ഹിസ്റ്ററി അവർ പുറത്തെടുത്തു. അതിലൂടെ പപ്പാച്ചന്റെ അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കിലെ ചില ജീവനക്കാരുമായി അനിമോൻ സ്ഥിരം കോണ്ടാക്ട് ചെയ്യാറുള്ളതായി തെളിഞ്ഞു. ഫോൺ കോളുകൾ മാത്രമല്ല, ഇവർ തമ്മിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതിന്റെ ബാങ്ക് രേഖകളും പോലീസിന് ലഭിച്ചു. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയും ബാങ്ക് ജീവനക്കാരും തമ്മിൽ എന്താണ് ഇത്രയും വലിയ ബന്ധമെന്നത് പോലീസിന് തന്നെ കുഴപ്പിച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വേഗത്തിൽ തന്നെ പുറത്തു വരികയും ചെയ്തു. കോൾ റെക്കോർഡുകൾ കൂടുതൽ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിലെ 2ാമത്തെ ആഴ്ച മുതൽ അനിമോൻ ഒരു പ്രത്യേക നമ്പറിലേക്ക് തുടർച്ചയായി വിളിച്ചിരുന്നതായി കണ്ടെത്തി. അത് മറ്റാരുടേതുമായിരുന്നില്ല, മുത്തൂറ്റ് മിനി ഫിനാൻസ് ബ്രാഞ്ച് മാനേജറായ സരിതയുടേതായിരുന്നു ആ നമ്പർ.
ഇതോടെ ഈ കൊലപാതകത്തിൽ ബാങ്ക് ജീവനക്കാർക്കും ധനകാര്യ സ്ഥാപനത്തിലെ മാനേജർക്കും പങ്കുള്ള വലിയൊരു സാമ്പത്തിക ഗൂഢാലോചനയുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. അന്വേഷണത്തിൽ സരിതയും അനിമോനും തമ്മിൽ 5 വർഷത്തെ പഴക്കമുള്ള പരിചയമുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. മുൻപൊരു ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ലോൺ അടയ്ക്കാത്തവരിൽ നിന്നും വണ്ടികൾ പിടിച്ചെടുക്കുന്ന പരുക്കൻ ജോലികൾക്കായി സരിത ഈ അനിമോന്റെ സഹായം തേടിയിരുന്നു. അന്നു മുതൽ തുടങ്ങിയതാണ് ഇവരുടെ ബന്ധം. എന്നാൽ ഒരു ബാങ്ക് മാനേജർ എന്തിനാണ് പെട്ടെന്ന് ഒരു ക്രിമിനലുമായി വീണ്ടും ബന്ധപ്പെട്ടത്? ഈ ചോദ്യത്തിന് പിന്നാലെ പോയപ്പോഴാണ് പപ്പാച്ചന്റെ കൊലപാതകത്തിന് 6 മാസം മുൻപ് തന്നെ ഇതിനായുള്ള ഗൂഢാലോചനകൾ തുടങ്ങിയെന്ന ഞെട്ടിക്കുന്ന സത്യം പോലീസ് തിരിച്ചറിഞ്ഞത്. മുത്തൂറ്റ് മിനിയുടെ ആ ഒരു ബ്രാഞ്ചിൽ അന്ന് വിരലിൽ എണ്ണാവുന്ന ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മാനേജറായ സരിതയും ഫീൽഡ് എക്സിക്യൂട്ടീവായ അനൂപും ഉൾപ്പെടുന്നു. പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുകയും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിക്കുകയുമായിരുന്നു അനൂപിന്റെ ജോലി. ഈ സമയത്താണ് കോടീശ്വരനായ പപ്പാച്ചൻ ഇവരുടെ കണ്ണിൽപ്പെടുന്നത്. പപ്പാച്ചനെ ഒരു സാധാരണ ഉപഭോക്താവായിട്ടല്ല അവർ കണ്ടത്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ഫിക്സഡ് ഡെപ്പോസിറ്റുകളും ഉണ്ടെന്ന് സരിത മനസ്സിലാക്കി. പലതവണ അദ്ദേഹത്തെ സന്ദർശിച്ച സരിത പപ്പാച്ചൻ വീട്ടിൽ തികച്ചും ഒറ്റയ്ക്കാണ് താമസമെന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കാൻ അടുത്തെങ്ങും ആരുമില്ല എന്നും തിരിച്ചറിഞ്ഞു. ഈ ഏകാന്തത മുതലെടുത്ത് അദ്ദേഹത്തിന്റെ പൂർണ്ണ വിശ്വാസം നേടിയെടുക്കാൻ സരിതയ്ക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഉയർന്ന റിട്ടേൺസ് വാഗ്ദാനം ചെയ്തതോടെ പപ്പാച്ചൻ തന്റെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിച്ച് മുത്തൂറ്റ് മിനിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. 2024 ഫെബ്രുവരിയിൽ 36 ലക്ഷം രൂപയുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അദ്ദേഹം 1 വർഷത്തേക്ക് ഇവിടെ നടത്തി. സരിതയിലുള്ള വിശ്വാസത്തിന്റെ പുറത്ത് പിന്നീട് തന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ കൂടി അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ആകെ നിക്ഷേപം ഏതാണ്ട് 80 മുതൽ 90 ലക്ഷം രൂപ വരെ ഉയർന്നു. ഇവിടെയാണ് കഥയിലെ ഏറ്റവും ക്രൂരമായ തിരിമറി നടന്നത്. നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചറുകളിൽ നോമിനിയുടെ പേര് നിർബന്ധമല്ല എന്ന സാങ്കേതിക ലൂപ്പ് ഹോൾ സരിത ചൂഷണം ചെയ്തു. പപ്പാച്ചൻ അറിയാതെ അദ്ദേഹത്തിന്റെ ഈ വൻ നിക്ഷേപങ്ങളെ ഈടായി കാണിച്ചുകൊണ്ട് സരിത അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ വലിയ തുകകൾ ലോണായി പിൻവലിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ 5 ലക്ഷം രൂപ ലോൺ എടുത്ത് അത് തിരിച്ചടച്ചുകൊണ്ട് സരിത സുരക്ഷിതമായി കളിച്ചു. ആരും പിടിച്ചില്ല എന്ന് കണ്ടതോടെ അവളുടെ ധൈര്യം കൂടി. പിന്നീട് തുടർച്ചയായി പപ്പാച്ചന്റെ പേരിൽ ലോണുകൾ എടുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ പപ്പാച്ചൻ പോലും അറിയാതെ അദ്ദേഹത്തിന്റെ പേരിലെടുത്ത ലോൺ തുക 25 ലക്ഷം രൂപ കടന്നു. 2024 ഏപ്രിലിൽ പപ്പാച്ചൻ തന്റെ ഷെയറുകൾ വിറ്റ് ഒരു 50 ലക്ഷം രൂപ കൂടി ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിത സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും സരിതയുടെ കൈപ്പിടിയിലായി. പക്ഷേ പണം നിക്ഷേപിച്ച് വെറുതെ ഇരിക്കുന്ന കൂട്ടത്തിൽ ആയിരുന്നില്ല പപ്പാച്ചൻ. അദ്ദേഹം തന്റെ ഓരോ വരവ് ചിലവുകളും പലിശയും കൃത്യമായി ഡയറിയിൽ എഴുതി സൂക്ഷിക്കുന്ന ശീലക്കാരനായിരുന്നു. ഈ കൃത്യതയാണ് സരിതയ്ക്ക് വിനയായി മാറിയത്. പപ്പാച്ചൻ തന്റെ കണക്കുകൾ കൂട്ടി നോക്കിയപ്പോൾ തുകയിൽ വലിയ വ്യത്യാസം കണ്ടു. ലഭിക്കേണ്ട പലിശ കൃത്യമായി ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ പപ്പാച്ചൻ സരിതയെ നേരിട്ട് കണ്ട് ചോദ്യം ചെയ്തു. സരിത ഉരുണ്ട് കളിക്കാൻ തുടങ്ങിയതോടെ സംശയം തോന്നിയ പപ്പാച്ചൻ ഈ വിവരം സ്ഥാപനത്തിന്റെ ഉന്നത അധികാരികളെ അറിയിച്ചു. അതോടെ സ്ഥാപനം ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുകയും സരിത പപ്പാച്ചന്റെ മാത്രമല്ല മറ്റ് 7 മുതിർന്ന പൗരന്മാരുടെ നിക്ഷേപങ്ങളിൽ സമാനമായ തിരിമറി നടത്തിയതായി കണ്ടെത്തുകയും ചെയ്തു. മറ്റുള്ളവരുടെ തുക ചെറുതായതിനാൽ സ്ഥാപനം അത് നേരിട്ട് സെറ്റിൽ ചെയ്തു. എന്നാൽ പപ്പാച്ചന്റെ കേസിൽ തുക വളരെ വലുതായതിനാൽ എത്രയും പെട്ടെന്ന് ആ 25 ലക്ഷം രൂപ തിരികെ നൽകി പ്രശ്നം പരിഹരിക്കാൻ സരിതയ്ക്ക് അവർ കർശന നിർദ്ദേശം നൽകി. ജോലി പോകുമെന്ന ഭയവും പണം തിരികെ നൽകാൻ വഴിയില്ലാത്തതുമാണ് പപ്പാച്ചനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ സരിതയെയും അനൂപിനെയും പ്രേരിപ്പിച്ചത്. 2024 മെയ് മാസം 16, 17 തീയതികളിൽ സരിത ആശ്രമം മൈതാനത്തിന് സമീപമുള്ള ഒരു ബാറിൽ വെച്ച് ക്രിമിനലായ അനിമോനെ കണ്ട് സംസാരിച്ചു. തൊട്ടടുത്ത ദിവസം സരിത പപ്പാച്ചന്റെ മകനാണെന്ന് നടിച്ച് സരിത അനൂപിനെ കൊട്ടേഷൻ സംഘത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. സ്വത്ത് തർക്കം കാരണമാണ് മകൻ സ്വന്തം അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകുന്നതെന്നാണ് കൊട്ടേഷൻ സംഘത്തെ അവർ വിശ്വസിപ്പിച്ചത്. ബാങ്കിലെ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തറിയാതിരിക്കാനാണ് സരിത അനൂപിനെ മകനായി അവതരിപ്പിച്ചത്. അങ്ങനെ 15 ലക്ഷം രൂപയ്ക്ക് പപ്പാച്ചനെ വധിക്കാൻ കരാർ ഒപ്പുവെച്ചു. സരിത 40,000 രൂപ അഡ്വാൻസ് നൽകുകയും ചെയ്തു. ഈ ഓപ്പറേഷൻ അവർ നൽകിയ കോഡ് നെയിം കൊട്ടേഷൻ എന്നായിരുന്നു. കൊലപാതകത്തെ ഒരു റോഡ് അപകടമാക്കി മാറ്റുകയായിരുന്നു അവരുടെ പ്ലാൻ. മെയ് 20-ന് മഹീം എന്നയാൾ ഓടിച്ച ഓട്ടോറിക്ഷ ഉപയോഗിച്ച് പപ്പാച്ചനെ ഇടിച്ചു വീഴ്ത്താൻ ആദ്യ ശ്രമം അവർ നടത്തിയെങ്കിലും ശക്തമായ മഴ കാരണം അത് പരാജയപ്പെട്ടു. മെയ് 21-നും 22-നും നടത്തിയ ശ്രമങ്ങളും പല കാരണങ്ങളാൽ പരാജയപ്പെട്ടു. തുടർച്ചയായ പരാജയങ്ങളിൽ ക്ഷുഭിതയായ സരിത ഉടനെ ജോലി തീർത്തില്ലെങ്കിൽ ഈ കൊട്ടേഷൻ വേറെ സംഘത്തിന് നൽകുമെന്ന് അനിമോനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ മെയ് 23-ന് അവർ അവസാനത്തെ ശ്രമം പ്ലാൻ ചെയ്തു. വിവാദങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന വ്യാജേന
സരിതയുമൊത്ത് ചായ കുടിക്കാൻ വരണമെന്ന് പറഞ്ഞ് അനൂപ് പപ്പാച്ചനെ ഫോണിൽ വിളിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറക്കി. അവരെ വിശ്വസിച്ച് പപ്പാച്ചൻ തന്റെ സൈക്കിളിൽ പുറപ്പെട്ടു. അദ്ദേഹം ശ്രീനാരായണ കൾച്ചറൽ കോംപ്ലക്സിന് സമീപം എത്തിയ ഉടൻ കാത്തുനിന്ന അനൂപ് കൊലയാളി സംഘത്തിന് സിഗ്നൽ നൽകി. CCTV ക്യാമറകൾ ഇല്ലാത്ത റോഡായതുകൊണ്ടാണ് ഈ സ്ഥലം അവർ കൃത്യമായി തിരഞ്ഞെടുത്തത്. നിമിഷങ്ങൾക്കകം നീല വാഗനുമായി പാഞ്ഞെത്തിയ അനിമോൻ പപ്പാച്ചനെ സൈക്കിളിൽ തെറിപ്പിച്ചിടുകയും ക്രൂരമായി അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ വണ്ടി കയറ്റി ഇറക്കി കൊലപ്പെടുത്തുകയും ചെയ്തു. പ്ലാൻ ഇത്രയും കൊണ്ടൊന്നും തീർന്നില്ല. കൊലയാളികൾ ഇതിലും ക്രൂരമായ മറ്റൊരു ബാക്കപ്പ് പ്ലാൻ കൂടി തയ്യാറാക്കിയിരുന്നു. അപകടം നടന്ന ഉടനെ ആളുകൾ ഓടിക്കൂടുമെന്നും പപ്പാച്ചനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചാൽ ഒരു പക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടേക്കാമെന്നും അവർ ഭയന്നിരുന്നു. ഇത് തടയാനായി അപകട സ്ഥലത്തിന് തൊട്ടടുത്ത് ഇവരുടെ കൂട്ടാളിയായ മാഹിം തന്റെ ഓട്ടോറിക്ഷയുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വാഹന അപകടം നടന്ന ഉടൻ മാഹിം ഓടിയെത്തി അവിടെ കൂടിയ ജനക്കൂട്ടത്തിൽ ഒരാളായി മാറി. പരിക്കേറ്റ് കിടന്ന പപ്പാച്ചനെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ശ്രമിച്ചപ്പോൾ തന്റെ ഓട്ടോയിൽ കയറ്റാൻ മാഹിം സമ്മതിച്ചില്ല. പകരം താൻ ഇപ്പോൾ തന്നെ എമർജൻസി നമ്പറിൽ വിളിച്ചെന്നും ആംബുലൻസ് ഉടൻ വരുമെന്നും അയാൾ നുണ പറഞ്ഞു. പപ്പാച്ചന് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അവസരം ലഭിക്കരുത് എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം ആംബുലൻസ് വിളിക്കാൻ വൈകിപ്പിക്കുകയായിരുന്നു അയാൾ ചെയ്തത്. ഒടുവിൽ തൊട്ടടുത്ത ദിവസം, അതായത് 2024 മെയ് മാസം 24-ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പപ്പാച്ചൻ മരണത്തിന് കീഴടങ്ങി. ഒരു കൊലപാതകത്തെ വെറുമൊരു സാധാരണ റോഡ് അപകടമാക്കി മാറ്റിയ ഇവരുടെ കുടില ബുദ്ധി ആദ്യഘട്ടത്തിൽ വിജയിച്ചതായി അവർക്ക് തോന്നി. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ പപ്പാച്ചൻ മരിച്ചതിന് തൊട്ടടുത്ത ദിവസം സരിത യാതൊരു കൂസലുമില്ലാതെ തന്റെ ബാങ്കിൽ ജോലിക്ക് ഹാജരായി. രാവിലെ പത്രത്തിൽ പപ്പാച്ചന്റെ അപകട വാർത്ത കണ്ടതായി സഹപ്രവർത്തകരോട് പറഞ്ഞ് അവൾ കള്ളക്കണ്ണീരൊഴുക്കി. കൊലപാതക സംഘത്തിലെ മാഹിം പപ്പാച്ചന്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുത്തിരുന്നു. അവിടെ കൂടിയ ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ എന്നറിയാൻ ഒരു പൂച്ചെണ്ടുമായി ജനക്കൂട്ടത്തിനിടയിൽ അയാൾ ഒളിഞ്ഞു നിന്നു. മറുവശത്ത് അനിമോനും ഹാഷിമും കൊല്ലം വിട്ട് കൊച്ചിയിലേക്ക് കടന്ന് തങ്ങളുടെ ഗ്യാങ് കണക്ഷൻസ് ഉപയോഗിച്ച് ഒളിവിൽ പോയി. എന്നാൽ അധികം വൈകാതെ കഥയിൽ മറ്റൊരു തിരിമറിയുണ്ടായി. സരിതയ്ക്ക് ഈ കൊലപാതക രഹസ്യം പുറത്തു പോകരുത് എന്ന് വലിയ നിർബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ കൊട്ടേഷൻ സംഘം സരിതയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ 15 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ച കൊലപാതക കരാർ അതോടെ പല മടങ്ങ് വർദ്ധിച്ചു. കൊല്ലം ബീച്ചിൽ വെച്ച് നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകളിലൂടെ അനിമോനും മാഹിമും ചേർന്ന് സരിതയിൽ നിന്നും 18 ലക്ഷം രൂപ തട്ടിയെടുത്തു. വണ്ടി ഉടമയായ ഹാഷിം തന്റെ വായ മൂടിക്കെട്ടാൻ പ്രതിഫലമായി 5 ലക്ഷം രൂപ സരിതയിൽ നിന്നും വേറെയും വാങ്ങി. എന്നാൽ നിയമത്തിന്റെ കണ്ണുകളിൽ നിന്നും ഇവർക്ക് അധികകാലം ഒളിക്കാൻ കഴിഞ്ഞില്ല. ദൂരെയുള്ള ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞ നീല വാഗനർ കാർ, അനിമോന്റെ കോൾ റെക്കോർഡുകൾ, കൃത്യമായ സമയത്ത് മാറ്റിയ സിം കാർഡ്, ലക്ഷങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ എന്നിവയിലൂടെ പോലീസ് ഓരോ കണ്ണികളെയും കോർത്തെടുത്തു. 2 മാസത്തിലേറെ നീണ്ട അതീവ രഹസ്യമായ അന്വേഷണത്തിനൊടുവിൽ ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന കൊട്ടേഷൻ മർഡർ എന്ന് തെളിയിക്കാനുള്ള ശക്തമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചു. ഒടുവിൽ 2024 ഓഗസ്റ്റ് 8-ന് കേരള പോലീസ് മുത്തൂറ്റ് മിനി ബ്രാഞ്ച് മാനേജർ സരിതയെയും ഫീൽഡ് എക്സിക്യൂട്ടീവ് അനൂപിനെയും കൊട്ടേഷൻ സംഘങ്ങളായ അനിമോൻ, ഹാഷിം അലി, മാഹിം എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇത്രയുമൊക്കെ ആയപ്പോൾ പ്രതികൾക്ക് അർഹിച്ച ശിക്ഷ ലഭിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം. എന്നാൽ ഇവിടെയാണ് ഈ കേസിൽ ഏറ്റവും സങ്കടകരവും ലജ്ജാകരവുമായ മറ്റൊരു വശമുള്ളത്. അറസ്റ്റിലായ പ്രതികളെല്ലാം പലതവണ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി അത് തള്ളിപ്പറഞ്ഞു. പക്ഷേ അറസ്റ്റിലായ ഏതാനും മാസങ്ങൾക്കകം, അതായത് 2024 ഡിസംബറിൽ ഈ കൊലപാതക കേസിലെ മുഖ്യ പ്രതിയായ സരിതയ്ക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം അനുവദിക്കപ്പെട്ടു. കേവലം 50,000 രൂപയുടെ ബോണ്ടിലാണ് പ്രധാന പ്രതിയായ സരിത ജയിലിൽ നിന്നും സുരക്ഷിതമായി പുറത്തിറങ്ങിയത്. ഒരൊറ്റ നിബന്ധന മാത്രം: അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം. ഒരു വയോധികന്റെ വിശ്വാസ്യത മുതലെടുത്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും അത് മറച്ചുവെക്കാൻ അദ്ദേഹത്തെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയും ചെയ്ത ഒരു പ്രതിയാണ് അറസ്റ്റിലായി ചുരുങ്ങിയ മാസം കൊണ്ട് പുറത്തിറങ്ങി കറങ്ങി നടക്കുന്നത്. ഈ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ചില പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്. നിങ്ങളുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു മുതിർന്നവരോ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എങ്കിൽ ഫോണിൽ വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ചാൽ മാത്രം പോരാ. അവർ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തുന്നത്, ആരാണ് അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് കൂടി നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. കുറ്റവാളികൾ എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരം ഏകാന്തതകളാണ്. നിങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ കൈകളിൽ മാത്രം ഏൽപ്പിക്കാതിരിക്കുക. അവിശ്വസനീയമായ ലാഭവിഹിതം വാഗ്ദാനം ചെയ്യുന്ന ആരെയും അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നേരിട്ടാൽ അത് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ ശ്രമിക്കരുത്. എത്രയും പെട്ടെന്ന് പോലീസിലോ നിയമപരമായ ഫോറത്തിലോ പരാതി നൽകുക.
കാരണം പണം തിരികെ കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ തട്ടിപ്പുകൾ മൂടിവെക്കാൻ ഇത്തരം ക്രിമിനലുകൾ ഏതറ്റം വരെ പോകുമെന്നതിന്റെ തെളിവാണ് പപ്പാച്ചന്റെ മരണം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.